അജ്മഈൻ അമ്മാ ബഅദ്. സ്ത്രീകളുടെ സംരക്ഷണ ചുമതല പുരുഷനാണ് എന്ന് അറിയിക്കുന്ന ഒരു അർത്ഥമാണ് ഖുർആനിൽ സ്ത്രീകളുടെ മേലിൽ പുരുഷന്മാർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില സാമൂഹിക ക്രമങ്ങളുണ്ട്. അധ്വാനിക്കേണ്ടത്, ധനം സമ്പാദിക്കേണ്ടത് പുരുഷനാണ്. അത് വിനിയോഗിക്കുമ്പോൾ സ്ത്രീയുടെ താല്പര്യം മാനിക്കേണ്ടതും പുരുഷന്റെ കടമയാണ്. ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്ന സമയത്ത് മഹർ നൽകേണ്ടത് പുരുഷനാണ്. പിതാവ് ധനം ഓഹരി ചെയ്യുമ്പോൾ ആണിൻ്റെ പകുതി പെണ്ണിന് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചില അവകാശങ്ങളും ബാധ്യതകളും പുരുഷന് ഇസ്ലാം നൽകുകയാണ്. സ്ത്രീയെ അവഗണിച്ചുകൊണ്ട് പുരുഷന്റെ മേധാവിത്വം നിലനിർത്തുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ രീതി. സ്ത്രീകളെ മറ്റൊരു തരത്തിലാണ് ഇസ്ലാം വിശദീകരിക്കുന്നത് തന്നെ. ഒരു ഉമ്മയാകുന്നത് സ്ത്രീയാണല്ലോ. മാതാപിതാക്കളിൽ സ്നേഹിക്കേണ്ടത് ആരെ എന്നതിന് 3 തവണയും ഉമ്മയെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. 4ാമതാണ് പുരുഷനായ പിതാവിന് സ്ഥാനം. ഇനി സ്വർഗം പിതാവിൻ്റെയല്ല മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീ മകളുമാകുന്നുണ്ടല്ലോ, എന്നാൽ അവളെ ഏതോ ഒരു പുരുഷന് വിൽപ്പന നടത്തുകയാണോ ചെയ്യുന്നത്? അല്ല. പകരം അവളുടെ കുടുംബപരവും സാമൂഹികവുമായ പശ്ചാത്തലത്തോട് ചേർന്ന് പോകുന്ന പുരുഷൻ അവൾക്ക് അനുയോജ്യമായ ധനം ഇങ്ങോട്ട് നൽകി അവളെ സ്വീകരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇണയുടെ അഥവാ സ്ത്രീയുടെ പ്രാഥമികമായ ആവശ്യങ്ങളെങ്കിലും സാധിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ കല്യാണം തന്നെ കഴിക്കേണ്ടതില്ല എന്നാണ് പുരുഷനോടുള്ള കൽപ്പന. ഒരു വിവാഹിതനായ പുരുഷനാണെങ്കിലോ അവൻ്റെ ഇണയുടെ, ഭാര്യയുടെ സമ്പുഷ്ടമായ ഭൗതിക ജീവിതം ഉറപ്പുവരുത്താൻ അവൻ ബാധ്യസ്ഥനുമാണ്. വിവാഹിതയായ മുസ്ലിം സ്ത്രീയോളം സുരക്ഷിതയും ഭാഗ്യവതിയും വേറെ ഇല്ല എന്ന് തന്നെ പറയാം. വിവാഹത്തിലൂടെ അവൾക്ക് മഹർ ലഭിക്കുന്നു. അതോടുകൂടെ പിതാവിൻ്റെ ധനത്തിൻ്റെ പകുതിക്ക് അവൾ അർഹയുമാണ്. പെൺമക്കളുടെ കാര്യത്തിൽ പിതാവ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന ആശയം നിരന്തരം ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. നിന്റെ സഹോദരന് പെൺകുട്ടി പിറന്നാൽ അവനോട് എൻ്റെ സലാം അറിയിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.